ശ്രീ കെ അനിൽകുമാർ, അപ്പോൾ ഈ കാര്യത്തിൽ സ്വർണം ആരൊക്കെ പങ്കുവച്ചു, അതിൻ്റെ ലാഭം ആർക്കൊക്കെ കിട്ടി എന്ന കാര്യത്തിലുള്ള പേടി ഒരു ഭാഗത്ത്, എന്നാൽ രാഷ്ട്രീയമായ മറ്റൊരു പേടിയുണ്ടല്ലോ. ആ പേടിയാണ് ഇന്ന് കോൺഗ്രസ് നേതാക്കൾ പങ്കുവച്ച പല പ്രതികരണങ്ങളിൽ നിന്നും കണ്ടത്. ഇപ്പോൾ ശ്രീ എൻ ശ്രീകുമാർ പറയുന്നതും ആ രാഷ്ട്രീയ പേടിയുടെ ഭാഗമായിട്ടാണ്. കോൺഗ്രസിൻ്റെ അത്തരം പേടിയെക്കുറിച്ചാണ് അദ്ദേഹം സൂചിപ്പിച്ചു പോകുന്നത്. ആ രാഷ്ട്രീയ പേടിയിൽ 2026 തെരഞ്ഞെടുപ്പിലേക്ക് ഈ ശബരിമലയെ എങ്ങനെ ഉപയോഗിക്കാം എന്നതിന് എന്തെങ്കിലും സ്കോപ്പ് ഉണ്ടോ എന്ന് അന്വേഷിക്കുന്നിടത്താണ് നേരത്തെ ശ്രീ എൻ ശ്രീകുമാർ പറഞ്ഞത് ആ തന്ത്രി ചെയ്തതിൽ ഒരു ആചാരത്തിൻ്റെ പ്രശ്നം, ആചാര ലംഘനമാണ് ഉണ്ടായത് എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് എന്നത്. രണ്ടാമത്തത്, ഇത് സർക്കാരിനൊരു റോളുമില്ല ഇക്കാര്യത്തിൽ, ഹൈക്കോടതി മാത്രം നോക്കി നടത്തുന്ന ഒരു അന്വേഷണമല്ലേ എന്നതുമൊക്കെ. അല്ല, ഇവിടെ ചർച്ചയിൽ ഒരു കാര്യം ആദ്യം തന്നെ ചൂണ്ടിക്കാണിച്ചു. ഖുറാൻ ലോകത്ത് 100 കോടിയോളം വരുന്ന ഇസ്ലാം മതവിശ്വാസികൾ ഏറ്റവും ആരാധനയോടെ കാണുന്നൊരു വിശുദ്ധ ഗ്രന്ഥമാണ്. അതിൻ്റെ മറവിൽ കള്ളക്കടത്ത് നടന്നു, സ്വർണ്ണക്കള്ളക്കടത്ത് നടന്നു എന്ന് പറഞ്ഞാൽ മുസ്ലിം മതവിശ്വാസികളെ സംബന്ധിച്ച് എത്രത്തോളം വേദനാജനകമാണ്, മനസ്സ് പിടയില്ലേ. അത്തരത്തിലൊരു കട്ടുകഥ, കള്ളക്കഥ ഇപ്പോൾ ഇവിടെ പേര് പറഞ്ഞാൽ പിരിച്ചുവിടപ്പെട്ട രാധാകൃഷ്ണനാണ് ഉണ്ടാക്കിയത്. അയാളുണ്ടാക്കിയ കെട്ടുകഥ നിയമസഭയിൽ പറഞ്ഞത് മുസ്ലിം ലീഗിൻ്റെ MLA KM ഷാജിയാണ്. അപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കൂ, കേരളത്തിലെ UDFൻ്റെ പതനം, ഇവർക്ക് എന്ത് വിശ്വാസമുള്ളത്, ഇവർക്ക് വിശ്വാസിയോട് എന്ത് താല്പര്യമാണുള്ളത്. ഖുറാൻ്റെ മറവിൽ സ്വർണം കടത്തിയെന്ന് BJPക്കാരന് വേണ്ടി ഒരു EDയുടെ ഒരു ഉദ്യോഗസ്ഥൻ ഒരു സാധനം ഉണ്ടാക്കിയാൽ അപ്പം തന്നെ നിയമസഭയിൽ പറയുന്ന മുസ്ലിം ലീഗിന് എന്ത് മതവിശ്വാസമാണ്. അതൊരു സുവർണാവസരമാക്കി. പിന്നെ KM ഷാജി നിയമസഭയിൽ വന്നിട്ടില്ല. അതേ സുവർണാവസരക്കാരൻ മതം പറഞ്ഞ് ഒട്ടുപിടിക്കാൻ നടക്കുകയാണിപ്പോൾ. ശബരിമല എന്ന് കേട്ടാൽ BJPക്ക് സുവർണാവസരമാണ്, ശ്രീധരൻപിള്ള കോൺഗ്രസിനും സുവർണാവസരമാണ്. ഞാൻ ഈ ചർച്ചയിൽ ആധികാരികമായി ചോദിച്ച ചോദ്യത്തിന് ബഹുമാനപ്പെട്ട ശ്രീകുമാർ സാറിന് ഉത്തരമില്ല. എന്താ ചോദ്യം? ദ്വാരപാലക ശില്പങ്ങൾ കോടീശ്വരന് വിറ്റു എന്ന് പറയുന്നത് സത്യമാണോ? ആർക്കാണ് വിറ്റത്? അത് ഇന്നെങ്കിലും പറയാൻ പറ്റുമോ? സ്വർണം ഉരുക്കി, ഭണ്ഡാരി ഉരുക്കി, ഗോവർദ്ധൻ അതിൻ്റെ ഗുണഭോക്താവായി, പോറ്റിയാണത് കട്ടത്. ഇത്രയും കാര്യങ്ങൾ SIT തെളിയിച്ചു കഴിഞ്ഞിട്ടും ഈ ശില്പങ്ങൾ കോടീശ്വരന് വിറ്റു എന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ നയം ശബരിമലയെ രക്ഷിക്കാനാണോ? ഞാൻ രണ്ടാമത് ചോദിച്ചത് 500 കോടി രൂപയുടെ പുരാവസ്തു ഇടപാട് ബഹുമാനപ്പെട്ട ചെന്നിത്തലയുടെ വാദമാണ്. എന്തു തെളിവ്? നിങ്ങൾ SIT അന്വേഷണം അട്ടിമറിക്കാൻ ശ്രമിച്ചു. ബഹുമാനപ്പെട്ട ഹൈക്കോടതി ചൂണ്ടിക്കാണിച്ചു, അന്വേഷണം അട്ടിമറിക്കാൻ ബോധപൂർവ്വ ശ്രമം നടന്നു. പക്ഷേ അതിന് കീഴ്പ്പെടാതെ SIT മുന്നോട്ട് പോയി. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള തെളിയിച്ചത് കോൺഗ്രസിനെ കൂടി മറികടന്നാണ്. അതാണ് എൻ്റെ പോയിന്റ്. ഇനി നമുക്ക് ചോദിക്കാം, ആ ആൻ്റണിയോട് ചോദിച്ചിട്ട് ബഹുമാനപ്പെട്ട ശ്രീകുമാർ സാർ ഒന്ന് വിളിച്ച് പറയൂ, ആ കയ്യെ കെട്ടിയ സാധനം എന്താ? സ്വർണമാണോ, ചെമ്പാണോ, വെള്ളിയാണോ? എന്താ കയ്യെ കെട്ടിയത്? ആരുടെ കയ്യിൽ? സോണിയാഗാന്ധിയുടെ കയ്യിൽ. ആര് കെട്ടിയത്? ഈ കളവ് നടത്തിയ പോറ്റി. 2, ആ കളവ് നടത്തിയ പോറ്റി കൊടുത്ത സ്വർണം വാങ്ങിച്ച ഗോവർദ്ധൻ എന്തുപകാരമാണ് അവർക്ക് കൊടുത്തത്?